ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായ വാനില കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റും പഞ്ഞി പോലെയുള്ള ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. കപ്പ് കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം ഒന്ന് അരിപ്പയിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് നമുക്ക് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിൽ ഇട്ടാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചാലും മതി. 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് നമുക്ക് ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. നമ്മളിടുന്ന പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മിക്സായി ചേർന്നതിന് ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ 3-4 ബാച്ചായിട്ട് നമുക്ക് ഈ പഞ്ചസാര ഫുള്ളായിട്ട് നമ്മുടെ ബട്ടറിലേക്ക് ചേർത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഷുഗർ പൗഡർ പറക്കാതിരിക്കാനായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തിട്ട് പിന്നെ ലോ സ്പീഡിലും അത് കഴിഞ്ഞിട്ട് ഹൈ സ്പീഡിലും ഇട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയിരിക്കുന്ന ഷുഗർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറായി കിട്ടുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ബീറ്റർ ഇല്ല എങ്കിൽ വിസ്ക് ഉപയോഗിച്ചും ഇത് ചെയ്യാം. വിസ്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ബൗളിൻ്റെ സൈഡിലൊക്കെ മിക്സ് ആകാത്ത കുറച്ച് പൗഡർ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നല്ല ക്രീമി ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 കോഴിമുട്ട ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിക്കാം. ഇനി ഇത് ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കത് ബീറ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ലോ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ബാച്ച് ഇടാം. അപ്പോൾ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ ഓവർ മിക്സ് ആകരുത്. അതുകൊണ്ടാണ് 10 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാൽ കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും മാറി ഒഴിച്ച് നമുക്കിത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓരോ ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടും 10 സെക്കൻഡാണ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സ്പാറ്റുല വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കപ്പിലും നമുക്ക് 2 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ മോൾഡാണ്. അകത്ത് വേറെ ലൈനിങ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള പേപ്പർ മോൾഡ് കൂടെ കിട്ടിയിട്ടുണ്ട്. അതിലും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് അവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ തന്നെ 20 തൊട്ട് 25 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 20 മിനിറ്റ് ആയപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി. അതിപ്പോൾ എല്ലാ കേക്ക്സും അങ്ങനെയാണ്. ബേക്ക് ചെയ്തതിൻ്റെ അടുത്ത ദിവസമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു കപ്പ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുതേ. ഇതുവരെയും ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.